ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ 75% വെള്ളമാണെന്ന് എല്ലാവർക്കും അറിയാലോ. വെള്ളവും ഇമോഷൻസും എനർജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് തെളിയിക്കപ്പെട്ട കാര്യങ്ങളെ ബേസ് ചെയ്താണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. എനർജിയെയും എമോഷൻസിനെയും ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു മീഡിയമാണ് വെള്ളം. കുറച്ചുകൂടി തെളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വെള്ളമുണ്ടെങ്കിൽ അതിലേക്ക് ആ എനർജി പാസ് ചെയ്യപ്പെടും. അതായത് നമ്മുടെ ഉള്ളിൽ ആ നേരത്തെ എന്ത് ഇമോഷൻസ് ആണോ അല്ലെങ്കിൽ എന്ത് എനർജി ആണോ ഉള്ളത്, അത് നമ്മുടെ തൊട്ടു മുന്നിലുള്ള വെള്ളത്തിലേക്ക് കൂടി ഷെയർ ആവും. വെള്ളത്തിൻ്റെ ഈ സൂപ്പർ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ സ്വാധീനിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മനസ്സിലൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് ആ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഇൻറ്റൻഷൻ ഞാൻ കുടിച്ച വെള്ളത്തിലൂടെ എൻ്റെ ശരീരം മൊത്തം വ്യാപിക്കുകയും ഞാൻ പാസ് ചെയ്ത ആ ഇമോഷൻസും എനർജിയും കൊണ്ട് ശരീരം ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ ഞാൻ പാസ് ചെയ്ത ആ ഒരു എനർജി ശരീരത്തിലും മനസ്സിലും കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ എൻ്റെ ആ ആഗ്രഹത്തിനനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുകയും മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. ഇത് പല റിസർച്ചിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി നമ്മുടെ പൂർവികർ വെള്ളത്തിൻ്റെ ഈ സൂപ്പർ പവർ ഉപയോഗിക്കുന്നുണ്ട്. ഏത് മതത്തിൽ നോക്കി കഴിഞ്ഞാലും അതിൽ പല പേരിട്ട് വിളിച്ചാലും വെള്ളത്തിന് ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കുന്നത് വെള്ളത്തിൻ്റെ ഈ സൂപ്പർ പവർ തന്നെയാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ ഡൗൺ ആവുന്നതിൻ്റെ റീസണും ഇത് തന്നെയാണ്. വെള്ളത്തിൻ്റെ ഈ സൂപ്പർ പവർ എങ്ങനെ മാനിഫെസ്റ്റേഷന് ഉപയോഗിക്കാം പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ ബെറ്റർ. ഇനി കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് ആണോ, അത് സ്റ്റീൽ ആയാലും പ്ലാസ്റ്റിക് ആയാലും ഈവൻ പേപ്പർ കപ്സ് ആയാലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ഈ പ്രാക്ടീസ് ചെയ്യുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കണം. അതായത് ദേഷ്യമോ വിഷമോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഫിയേഴ്സ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള സമയത്ത് ഇത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല മാനിഫെസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ പോസിറ്റീവ് ഇമോഷൻസോട് കൂടി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നമ്മൾ ആഗ്രഹിച്ച ആ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. ഇനി ലാസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻറ്റൻഷൻ പറയുമ്പോൾ എനിക്കത് വേണം എന്നല്ല പറയേണ്ടത്. അതിന് പകരം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഇനി ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ഒരു ഇൻറ്റൻഷൻ സെലക്ട് ചെയ്ത് ഉറപ്പിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് ആ ഗ്ലാസ് 2 കൈകൊണ്ടും പിടിക്കുക. എന്നിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഫുൾ പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് എനർജിയോടുകൂടി നമ്മുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പണം വേണം, അല്ലെങ്കിൽ ഒരു ഡ്രീം ജോബ് കിട്ടണം, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാവണം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് സെറ്റ് ആവണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഞാൻ എന്നിലേക്ക് കൂടുതൽ പണം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രീം ജോബ് അത് ഏതാണോ ആ ജോബ് അത് പറയണം, എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേര് വെച്ചിട്ട് അയാളുമായി സമാധാനവും സന്തോഷവും നിറഞ്ഞ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇൻറ്റൻഷൻ അത് പറഞ്ഞുകൊണ്ട് അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഇമോഷൻസ് ഫീൽ ചെയ്തതിന് ശേഷം ആ വെള്ളം കുടിക്കുക. ഈ പ്രാക്ടീസ് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവുകയും നമ്മുടെ ബോഡിയിൽ പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് എനർജി നിലനിർത്താൻ സഹായിക്കുകയും മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഇത് ചെയ്താൽ മാത്രം നമുക്ക് ഈ ആഗ്രഹങ്ങൾ നടക്കും എന്നല്ല, വേറൊന്നും ചെയ്യണ്ട എന്നല്ല. അതിന് പകരം നമ്മളിത് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ ആവുകയും നമുക്ക് നമ്മുടെ ആ ആഗ്രഹങ്ങൾ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം നമ്മൾ എന്തെന്നാണോ ആക്ഷൻ എടുക്കാനുള്ളത് ആ ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ എനർജി നമുക്ക് ലഭിക്കും. അതിലൂടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. So all the best guys, just try and let me know in the comment section.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.